നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അതിൻ്റെ ബേസ് റേറ്റ് കുറച്ചു, അല്ലെങ്കിൽ അത്തരം ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പത്രത്തിലും നമ്മൾ പോർട്ടലുകളിലും കാണാറുണ്ട്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് കുറച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുക എന്നാണ് അതിനർത്ഥം. ഫോർ എക്സാമ്പിളാണ് പല ആളുകളും ചിന്തിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആ ബേസ് റേറ്റിൽ തന്നെ നമുക്ക് മോർട്ട്ഗേജ് മറ്റ് ലോണുകൾ ലഭിക്കും എന്നുള്ളതാണ്. ബേസ് റേറ്റ് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ബാങ്കുകൾക്കും ബിൽഡിംഗ് സൊസൈറ്റിയും കടം കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആ റേറ്റിലടക്കം അവർ കടം കൊടുക്കുന്നത്. അത് നമ്മുടെ RBI ചെയ്യുന്ന പോലെ, ബാങ്കുകൾ കൊടുക്കുന്ന പോലെ തീർച്ചയായും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് കുറയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ റിസർവ് റേഷ്യോ അല്ലെങ്കിൽ റീപ്പോ റേറ്റോ ഇത് കുറയ്ക്കുന്നതിന് നമ്മൾ പത്രങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ UK ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ബാങ്കുകൾ ചാർജ് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മൾ 5% ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്, 10% ഡെപ്പോസിറ്റ് ചെയ്താൽ വീണ്ടും കുറയും, 15% ഡെപ്പോസിറ്റ് ചെയ്താൽ കുറയും. അങ്ങനെ നമ്മൾക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ? തീർച്ചയായും ഡെപ്പോസിറ്റ് കൂടുന്നതനുസരിച്ചാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ബേസ് റേറ്റിലോ അല്ലെങ്കിൽ ബേസ് റേറ്റ് താഴെ നമുക്കൊരു റേറ്റിൽ മോർട്ട്ഗേജ് കിട്ടണമെങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റ് ഒരു പക്ഷേ വളരെയധികം കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം മിക്ക ആളുകളും ചിന്തിക്കുന്നത് ബേസ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ബേസ് റേറ്റിൽ താഴെയോ ബേസ് റേറ്റിലോ നമുക്ക് മോർട്ട്ഗേജ് ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെയല്ല ഒരിക്കലും. യാഥാർത്ഥ്യം അങ്ങനെയല്ല. നമ്മൾ തീർച്ചയായും ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ബേസ് റേറ്റ് കുറയുന്നതിലൂടെ ബാങ്കുകൾക്ക് കിട്ടുന്ന പലിശ നിരക്ക്, കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് പണം കിട്ടുന്നതിലൂടെ തീർച്ചയായും അവർക്ക് വരുന്ന പേഴ്സണൽ ലോണ്, കാർ ലോണുകൾ, മോർട്ട്ഗേജ് എന്നിവയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട് വരുന്ന സമീപ ഭാവിയിൽ. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ റേറ്റിൽ കിട്ടണമെന്നില്ല. ഈ ഒരു ബേസ് റേറ്റ് എന്ന് പറയുന്നത് വലിയൊരു കൺസെപ്റ്റാണ്. നമുക്കതങ്ങനെ ചെറിയൊരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചോദിക്കാം. ബേസ് റേറ്റ് കുറയുമ്പോൾ എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് ശരിക്കും അത് കസ്റ്റമർക്ക്, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ പോകുന്ന ആൾക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജസ് കിട്ടുക? സത്യത്തിൽ ബേസ് റേറ്റ് കുറയുന്നതിലൂടെ ഞാൻ മുൻപ് പറഞ്ഞത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമെന്നുള്ളതാണ്. അപ്പം ആക്ച്വലി വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ മോർട്ട്ഗേജ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ അടുത്ത ബേസ് റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷത്തിൽ ഏറ്റവും ലോവസ്റ്റ് റേറ്റിലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് ഉള്ളത്. അതായത് നമുക്ക് കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പത്തെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഇപ്പോൾ നിലവിൽ മോർട്ട്ഗേജ് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിലവിൽ വീട് വാങ്ങാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മോർട്ട്ഗേജിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞൊരു ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോർട്ട്ഗേജ് കസ്റ്റമർക്ക് അവരുടെ ഫിക്സഡ് ഡീൽ അവസാനിക്കാനായി എങ്കിൽ അവർക്ക് കുറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് റേറ്റിലേക്ക്, അതായത് കഴിഞ്ഞ 2 വർഷം മുമ്പത്തെ ഇൻട്രസ്റ്റ് റേറ്റ് അതിൽ ഇതിനേക്കാട്ടിലും കുറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ റീമോർട്ട്ഗേജ് ചെയ്യാൻ സമയമായിട്ടുള്ള, അതായത് ഫിക്സഡ് ഡീൽ എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു മോർട്ട്ഗേജ് കസ്റ്റമറെ സംബന്ധിച്ചുള്ള അവർക്കൊരു കുറഞ്ഞ ഇൻട്രസ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റീമോർട്ട്ഗേജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇപ്പോൾ നിലവിലുള്ള ബാങ്ക് നമുക്ക് ഒരു റേറ്റ് ഓഫർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വിസ കാറ്റഗറി, നമ്മുടെ ഇൻകം ക്രൈറ്റീരിയ, ക്രെഡിറ്റ് ഹിസ്റ്ററി ഇതൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിലുള്ള ചീപ്പറായിട്ടുള്ള ഏത് ലെൻഡർ എടുത്ത് വേണമെങ്കിലും നമുക്ക് റീമോർട്ട്ഗേജ് സമീപിക്കാവുന്നതാണ്.